അങ്ങനെ അക്കാര്യത്തിൽ തീരുമാനമായി. പിണറായി വിജയൻ മൂന്നാമതും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരിക്കും. അദ്ദേഹത്തിന് പ്രായപരിധിയിൽ ഇളവ് കൊടുക്കാൻ കൊല്ലത്ത് നടക്കുന്ന CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം തീരുമാനിക്കും എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയാണ്, പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. അപ്പോൾ കേരളത്തിൻ്റെ മൂന്നാമത്തെ മുഖ്യമന്ത്രിയായി, മൂന്നാം തവണ തുടർച്ചയായി അധികാരത്തിലെത്തുന്ന മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വരുമെന്ന് ഉറപ്പിക്കാമോ? അല്ല, മൂന്നാം തവണ അധികാരത്തിലെത്തുമോ എന്നുള്ളത് വേറെ കാര്യം. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അങ്ങനെയായിരിക്കും CPM-ൻ്റെ എന്നുള്ളതിലേ അവർക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ അടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. കാരണം അടുത്ത തവണ ജയിക്കുക എന്നുള്ള ഒരു പ്രതീക്ഷ, അതല്ലേ ഉള്ളൂ. ആ പ്രതീക്ഷ അപ്പോൾ അത് വാങ്ങിക്കോട്ടെ. ഈ 75 വയസ്സ് എന്നൊക്കെ പറഞ്ഞ് പാർട്ടികൾ ചെയ്യുന്നത് ചില പ്രത്യേക ആൾക്കാരെ ഒതുക്കാൻ വേണ്ടിയിട്ടും ചില പ്രത്യേക ആൾക്കാർ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ചെയ്യുന്നതാണ്. അതിന് വലിയ ഗൗരവമൊന്നുമില്ല. ആ പാർട്ടിയിൽ പ്രബലനായ ഒരു നേതാവിന് 75 വയസ്സാകുമ്പോൾ ഈ ഫോർമുല അവർ മാറ്റി വയ്ക്കുകയും അങ്ങേർക്ക് എക്സെപ്ഷൻ കൊടുക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യും. അത് എല്ലാ പാർട്ടികളും ചെയ്യുന്നതാണ്. CPM-ൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുക. ഇപ്പോൾ പിണറായി വിജയന് 75 വയസ്സ് കഴിഞ്ഞു, അതുകൊണ്ട് ഇനി മത്സരരംഗത്ത് വേണ്ടെന്ന് തീരുമാനിച്ചു എന്ന് വയ്ക്കുക. വേറെ ആരാണുള്ളത്? 110 പേരുണ്ട്, പക്ഷെ വലിയ അടിയും ബഹളമാകും, ഇല്ലേ? അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? പിണറായി വിജയൻ തന്നെ തുടരട്ടെയും തീരുമാനിക്കുക. പക്ഷെ അതൊരു ബുദ്ധിപരമായ തീരുമാനമാണോ? അത് ബുദ്ധിപരമല്ലായിരിക്കാം, പക്ഷേ അതല്ലാതെ വേറൊരു തീരുമാനം അവർക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ മനുഷ്യൻ്റെ കാര്യമല്ലേ, നമുക്ക് ഈ ചൈനീസ് സാധനങ്ങളുടെ ഗ്യാരണ്ടി പോലും മനുഷ്യൻ്റെ കാര്യത്തിലില്ല. അല്ല, അത് അപ്പോൾ ആർക്കും ഗ്യാരണ്ടി ഇല്ല. അങ്ങനെ വരുമ്പോൾ 25 വയസ്സുള്ള ആളിന് ഗ്യാരണ്ടി. അങ്ങനെ വരുമ്പോൾ പിണറായി ഇല്ലെങ്കിൽ എന്ത്? പിണറായിക്ക് ശേഷം ആരെന്ന് പാർട്ടി ചിന്തിച്ച് തുടങ്ങണ്ടേ? അതെ, പിണറായിക്ക് ശേഷം ആര് എന്ന് ചിന്തിച്ച് തുടങ്ങാൻ ആദ്യം പിണറായി ഇല്ലാതെയാവണം. ആ അവസ്ഥയാണ് പാർട്ടിയിൽ. ആലോചിച്ച് നോക്ക്, അങ്ങനെയല്ലായിരുന്നു. പിണറായി എന്ന് പറയുന്ന ഒരു ബിംബം അസ്തമിച്ചു കഴിഞ്ഞാൽ ആ പാർട്ടിയിൽ അരാജകത്വമായിരിക്കും. വേറെ ആരെ നിങ്ങൾ മുഖ്യമന്ത്രിയാക്കും? AK ബാലനെയോ MV ഗോവിന്ദനെയോ മുഹമ്മദ് റിയാസിനെയോ? ആളാര്? അല്ല, TG ഉൾപ്പെടെ നമ്മളുള്ള സംസാരത്തിൽ പറഞ്ഞിട്ടുണ്ട് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മുഹമ്മദ് റിയാസ് ആണെന്ന്. പലതവണ നമ്മളിങ്ങനെ ഭംഗ്യന്തരേണ പറഞ്ഞു പോയിട്ടുണ്ട്. അത് നമ്മളുടെ ഒരു വിലയിരുത്തലാണ്. ബട്ട് മുഹമ്മദ് റിയാസിന് പാർട്ടിയിൽ അങ്ങനെ അനായാസം മുഖ്യമന്ത്രി ആവാൻ പറ്റില്ല. ഒരുപാട് എതിർപ്പുകളുണ്ടാകും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ഫൈനലി അങ്ങനെ ആയി എന്ന് വരും. പക്ഷേ അപ്പോഴത്തേക്ക് പാർട്ടിക്ക് ഇറിപ്പയറബിൾ ഡാമേജ് ഉണ്ടായി കഴിയും. മാത്രമല്ല, നെക്സ്റ്റ് തെരഞ്ഞെടുപ്പിൽ അതിഭീകരമായ ഹിന്ദു തിരിച്ചടി ഉണ്ടാകും മുഹമ്മദ് റിയാസിനെ ആയിക്കഴിഞ്ഞാൽ. അതിനെ മറികടക്കാനായിരിക്കുമോ വീണ്ടും പിണറായി എന്നുള്ള പേര് പറയുന്നത്? ഇപ്പം അവർക്ക് വേറെ നിവൃത്തിയില്ല. പക്ഷെ അതിനകത്ത് ഇത് അവർക്ക് നിവൃത്തിയില്ല. ഇപ്പോൾ വീണ്ടും പിണറായി വരുമ്പോൾ ഈ മുഹമ്മദ് റിയാസിൻ്റെ സാധ്യതകളൊന്നുകൂടി ഡിമിനിഷ് ചെയ്യല്ലേ, പരിമിതപ്പെടുകയല്ലേ? കാരണം പിണറായി വീക്കായിക്കൊണ്ടിരിക്കുകയാണ് ഫിസിക്കലി. അപ്പോൾ അങ്ങനെ അദ്ദേഹം ക്ഷീണിച്ച് വരുമ്പോൾ പാർട്ടിയിലും അദ്ദേഹത്തിൻ്റെ ഹോൾഡ് കുറയും. അങ്ങനെ ദുർബലനായ ഒരു പിണറായിക്ക് മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കാൻ കഴിയുമോ? മുഖ്യമന്ത്രിയാക്കാൻ കഴിയില്ലെങ്കിൽ വേണ്ട, തൽക്കാലം പാർട്ടിയിലെ കച്ചറ ഒഴിവാക്കാനായിട്ട് ഇദ്ദേഹം തുടരട്ടെ എന്ന് തീരുമാനിക്കും. അദ്ദേഹത്തിനും അത് ഇഷ്ടമാണ് തന്നെ. അദ്ദേഹത്തിന് ഇഷ്ടമായിരിക്കും, അദ്ദേഹം അത് ഇഷ്ടപ്പെടും. ഇത് എല്ലാ പാർട്ടിയും ഇപ്പോൾ കോൺഗ്രസ് ഇങ്ങനെ ചെയ്യാറില്ലേ? നേതാവിനെ മാറ്റാൻ നിവൃത്തിയില്ല. ഇയാൾ തന്നെ 2-3 പേരുടെ പേര് പറയുന്നുണ്ട് മുഖ്യമന്ത്രി പേരൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ KPCC പ്രസിഡന്റ് സുധാകരനെ മാറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തിട്ട് മാറ്റാൻ പറ്റുന്നില്ല. മാറ്റണമെന്ന് ചിലർക്കൊക്കെ ഉണ്ട്, മാറ്റണ്ടെന്നുള്ള വിഭാഗമുണ്ട്. സുധാകരനും മെല്ലെ വയസ്സായി വരുന്നു, പക്ഷേ മാറ്റാൻ പറ്റുന്നില്ല. സുധാകരൻ പക്ഷേ മുഖ്യമന്ത്രി ആവണമെന്നില്ല. BJP-യിൽ ഈ 75 വയസ്സും മറ്റേ 3 വർഷം പ്രസിഡൻ്റായിരിക്കുക. ഇപ്പോൾ എത്ര വർഷമായി JP നഡ്ഡ പ്രസിഡൻ്റായിട്ട്? 10-15 വർഷം തീരുമാനമില്ലെന്ന് TG എന്നോട് പറഞ്ഞിട്ടുണ്ട്. 75 വയസ്സ് അല്ല, കാര്യമാണ് ഞാൻ പറഞ്ഞത്. പാർട്ടി അങ്ങനെ തീരുമാനിച്ച് അനൗൺസ് ചെയ്തിട്ടൊന്നുമില്ല. ബട്ട് ആർക്കെങ്കിലും സീറ്റ് കൊടുത്തില്ല, പിടിച്ചില്ല എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ വാർത്തയായിട്ട് പുറത്തു വരാറുള്ളത് 75 കഴിഞ്ഞു അതുകൊണ്ട് കൊടുത്തില്ല. ഇവർ സുമിത്ര മഹാജൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 75 കഴിഞ്ഞു അതുകൊണ്ട് കൊടുത്തില്ല എന്ന് അവരുടെ റിയാക്ഷനും ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു അതൊരു നല്ല കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല, എനിവേ പാർട്ടി ഡിസൈഡ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞാൽ അവരങ്ങ് വിട്ടു. അവർ വിവാദത്തിനൊന്നും പോയില്ല. അപ്പോൾ ആ ഒരു സംസാരമുണ്ട് 75-ൻ്റെ. അതുകൂടാതെ പാർട്ടി പ്രസിഡൻറ്റിൻ്റെ ടേം 3 വർഷത്തേക്കാണ് പാർട്ടി പ്രസിഡൻറ്റ്. ഇപ്പോൾ എത്ര വർഷമായി JP നഡ്ഡ പ്രസിഡൻ്റായിട്ട്? ഇതെന്താ മാറ്റാത്തത്?
കാരണം മാറ്റിക്കഴിഞ്ഞാലുണ്ടാകുന്ന കോൺസിക്വൻസും അതിൻ്റെ തലവേദനയുണ്ടല്ലോ, അത് തൽക്കാലം അത് അറ്റൻഡ് ചെയ്യേണ്ട, സ്റ്റാറ്റസ് കോ അങ്ങ് പോട്ടെ എന്ന് വയ്ക്കും. ഇതാരുടെയും കുറ്റമല്ല, രാഷ്ട്രീയം അത്രയ്ക്ക് ഡൈനമിക്കാണ്. നിങ്ങൾ ഒരാളെ മാറ്റിക്കഴിഞ്ഞ് വേറൊരാളെ വയ്ക്കാൻ ആലോചിക്കുന്നു, ഇയാളെ ഒരു കൈ കൊണ്ട് മാറ്റുന്നു, മറ്റേ ആളെ ഇവിടെ വയ്ക്കുന്നതിന് മുമ്പ് മൂന്നാമതൊരാളെ അവിടെ രംഗപ്രവേശനം ചെയ്യുന്നു, മൊത്തം സിറ്റുവേഷൻ മാറുന്നു, വലിയ തലവേദനയാകുന്നു, ആരും വിചാരിച്ചാലും നിയന്ത്രിക്കാൻ പറ്റാതെയാകുന്നു. ഇങ്ങനെയൊക്കെ ഭയം തോന്നുമ്പോൾ ആൾക്കാർ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് വരും. അത് ജനാധിപത്യത്തിൻ്റെ തന്നെ ഒരു പരിമിതിയാണ്. ജനാധിപത്യത്തിൽ അമിതമായ സ്വാതന്ത്ര്യമുണ്ട് ആളുകൾക്ക്, ഈ ചാടിക്കളിക്കാനും ബഹളം വയ്ക്കാനും ഒക്കെയുള്ള. അത് ആളുകൾ ഉപയോഗിക്കുന്നു, വ്യക്തികളത് ഉപയോഗിക്കുന്നു, ചരട് വലിക്കുന്നു, ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, ലോബിയിങ് നടത്തുന്നു. ഈ ഇത്രയും സ്ഥലത്തു നിന്ന് പുൾസ് ആൻഡ് പ്രഷേഴ്സ് വന്നു കഴിയുമ്പോൾ ഫൈനലി ഇവർ തീരുമാനിക്കും തൽക്കാലം ഉള്ളത് അങ്ങ് തുടരട്ടെ. അപ്പോൾ വിവാദം അവസാനിച്ചല്ല. പക്ഷെ പിണറായിയുടെ കാര്യത്തിൽ ഈ തൽക്കാലം പിണറായി എന്ന് തീരുമാനിക്കുകയും വീണ്ടും ഒരിക്കൽ കൂടി ഭരണം കിട്ടുകയും ചെയ്താൽ കേരളത്തിൻ്റെ സ്ഥിതി എങ്ങനെയായിരിക്കും? കേരളത്തിൻ്റെ സ്ഥിതി ഇപ്പം തന്നെ തീരെ പരമദയനീയമാണ്. ഇനിയിപ്പോൾ എന്ത് വരാനാണ് കേരളത്തിന്? ഈ മുക്കോളം മുങ്ങിയാൽ 3 നാൾ 4 ആളെന്നില്ല. ഇവിടം വരെ മുങ്ങുമ്പോഴാണ് നമുക്ക് മരണപ്രാളം. ഇതിന് പൊക്കത്തേക്ക് 3 നാൾ പൊക്കത്തിലോ 4 ആൾ പൊക്കത്തിലോ വെള്ളം വന്നാൽ നമുക്ക് എന്താ? ആ ഒരു അവസ്ഥയാണ് കേരളത്തിൻ്റെ. കേരളം മുങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ എത്ര വെള്ളം കയറിയാലും എന്ത് സംഭവിച്ചാണ്? അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലേ? എന്ത് നടക്കുന്നു? കേരളത്തിൽ നമ്മുടെ ജീവിതത്തെ ദോഷകരമായി ഒന്നും ബാധിച്ചിട്ടില്ല. ഞാൻ സുനിലിനോട് പറഞ്ഞത്, ഏതോ ഒരു സായിപ്പിൻ്റെ റിപ്പോർട്ട് എടുത്തിട്ട് ലേഖനമാക്കി ശശി തരൂർ കച്ചറ ഉണ്ടാക്കിയതാണ്. ഇപ്പോഴേ ടൈംസ് ഓഫ് ഇന്ത്യ വേറെ കുറേ ഫിഗേഴ്സ് വന്നു. ശശി തരൂർ കാലുമാറി തിരുത്തി തുറന്ന കടയേക്കാൾ കൂടുതലാണ് പൂട്ടിയ കട എന്ന് പറഞ്ഞ് കണക്ക് വന്നു. ഇനി അതേത് സായിപ്പ് കൊടുത്താന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടുണ്ട്. ഇത് ഈ ഓരോ സായിപ്പ് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ എന്തെങ്കിലും എഴുതി അതെടുത്തിട്ട് ഇവിടെ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നു. പോട്ടെ, നമ്മുടെ ഒറിജിനൽ പോയിന്റ് എന്തായിരുന്നു? ഞാൻ പറയുന്നത്, ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ വലിയ പ്രതിസന്ധിയാണ്, കേരളത്തിൽ മുങ്ങിയിരിക്കുകയാണ്, സർക്കാരിന് പൈസയില്ല. പക്ഷെ നമ്മുടെ ഒന്നും ജീവിതത്തെ അങ്ങനെ ബാധിച്ചിട്ടുണ്ടോ? നമുക്ക് വേറെ കാശുള്ള സർക്കാരിലല്ല നമുക്ക് ശമ്പളം തരുന്നത്. നമ്മൾ സർക്കാരിൽ നിന്ന് ഒരു പൈസ പോലും പറ്റുന്നില്ല, അധ്വാനിച്ച് ജീവിക്കുന്നു, ആ കിട്ടിയതിൽ തൃപ്തിപ്പെടുന്നു. അതുകൊണ്ട് സർക്കാർ ജീവനക്കാർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. സർക്കാർ ജീവനക്കാർക്കും ഈ പറഞ്ഞ മാതിരി വലിയ പ്രശ്നമൊന്നുമില്ല. അവരുടെ ശമ്പളം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ശമ്പളം കൊടുത്തിങ്ങനെ പോകുന്ന ഒരു ഇക്കോണമി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹോപ്പ്ലെസ് ഇക്കോണമി എന്നാണ് അതിനർത്ഥം. കേരളത്തിന് എന്ത് സംഭവിച്ചു എന്നാണ് ടി ജി പറഞ്ഞത്? ഞാൻ ഇനി സംഭവിക്കാനൊന്നും ബാക്കിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇത്രയധികം പൂട്ടിക്കിടക്കുന്ന വ്യവസായങ്ങൾ. 1957 EMS സർക്കാർ അധികാരത്തിൽ വന്നത്. അന്നുണ്ടാക്കിയ നെല്ലെങ്കിലും ഇന്നുണ്ടാക്കുന്നുണ്ടോ കേരളം? നമ്മൾ അരി വാങ്ങുന്നുണ്ടല്ലോ. നെല്ലുൽപാദനം താഴത്തേക്ക് പോയില്ലേ? പോയി. അതുകൊണ്ട് നമുക്ക് തേങ്ങയുടെ കാര്യത്തിൽ 3-ാം സ്ഥാനത്ത് പോയില്ല. അതെ, 3-ാം സ്ഥാനം. കേരളം എന്ന് പറയുന്നത് മലയാളിക്ക് പ്രശ്നം അല്ല, മലയാളിക്ക് പ്രശ്നം. മലയാളി എങ്ങനെയെങ്കിലും ഈ ആളുകൾ എങ്ങനെയെങ്കിലും ജീവിക്കും. മനസ്സിലായി? തട്ടിപ്പറിച്ചോ മോഷ്ടിച്ചോ മയക്കുമരുന്ന് കച്ചവടം ചെയ്ത് ജീവിക്കണ്ടേ? ആളുകൾ ജീവിക്കും. ബട്ട് അത് കേരളം നമ്പർ 1 ആണ് എന്ന് അവകാശപ്പെടാതിരുന്നാൽ മതി. ഇനി ഇപ്പം എന്ത് പറ്റിയെന്ന് വെച്ചാൽ, കേരളം നമ്പർ 1 ആണെന്ന് അവകാശപ്പെട്ടാൽ ആരും ചലഞ്ച് ചെയ്യാൻ പോലും പോകാറില്ല. അത് പറഞ്ഞിട്ട് പോട്ടെ, അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ രീതിയിലാണ് ഉപേക്ഷിച്ചു. അല്ല, ഞാൻ ഈ പറഞ്ഞുകൊണ്ടല്ലോ, ഇപ്പോൾ ചോദിച്ച ചില ചോദ്യങ്ങളല്ലേ കാണുമ്പോൾ വളരെ എന്തൊരു ഉരക്കേടാണ് ഇവൻ പറയുന്നതെന്ന് ചോദിക്കും. പക്ഷേ ഇത് എല്ലാവരുടെ ഒരു തോന്നലാണ്. എന്തെങ്കിലും ആട്ടെ, നമ്മുടെ കാര്യമൊക്കെ നടക്കുന്നുണ്ടല്ലോ, നമ്മുടെ കാര്യം നടക്കുന്നുണ്ട് എന്ന് കരുതുകയാണ് ജനങ്ങൾ. ഇതിലൊന്നും ജനം ഇടപെടുന്നില്ല. അങ്ങനെയാണ്. ഇപ്പോഴും സ്വർണത്തിന് ഭയങ്കരമായിട്ട് വില കൂടി. ഭീമാൻ ബ്രദറിൽ പോയി നോക്കി കാല് കുത്താൻ സ്ഥലമില്ല. ഭീമയിൽ മാത്രമല്ല, സകല സ്വർണ്ണക്കടയിലും ഭയങ്കര തിരക്കാണ്, സകല തുണിക്കടയിലും ഭയങ്കര തിരക്കാണ്. ഈ കാശ് എവിടെ നിന്ന് വരുന്ന ആൾക്കാർ വലിയ കൊടിയ ദാരിദ്ര്യമാണെന്നൊക്കെ. കാശ് വേറെ രീതിയിൽ വരുന്നതാണ്. ഇത് സർക്കാരിനും അറിയാം. അതുകൊണ്ട് സർക്കാർ 1-2 മാസത്തെ ശമ്പളം കൊടുത്തില്ല. ഞാൻ പറയട്ടെ, 6 മാസം ലാലു പ്രസാദ് യാദവ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ 6 മാസം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുത്തില്ല. എന്നിട്ട് ബീഹാർ മുങ്ങിപ്പോയോ? പുള്ളി പറഞ്ഞു ഖജനാവിൽ കാശിൽ ഉണ്ടാകുമ്പോൾ തരാം. ഒരു ചുക്കം സംഭവിച്ചില്ല. കുറേ പേര് ബഹളമൊക്കെ വെച്ച് ജാഥയൊക്കെ നടത്തി. ലാലു അതിലും വലിയ ജാഥക്കാരൻ. പുള്ളി ജാഥക്കാരൻ മുണ്ടുപൊക്കി കാണിക്കുകയൊക്കെ ചെയ്യും. ഓടാണ് ആകെ കച്ചറയായി. ഒന്നും സമയം 6 മാസം കഴിഞ്ഞ് കുറേശ്ശെ കൊടുത്ത് തീർന്ന് അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഈ നിതീഷ് കുമാറൊക്കെ വന്നിട്ടാണ് നേരെ കഞ്ഞി കുടിക്കാൻ തുടങ്ങിയത്. അല്ല, ഇപ്പോൾ ഭരണം എങ്ങനെ പോയാലും അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല എന്ന് കരുതുന്ന തരത്തിലേക്ക് നമ്മൾ മാറി.
ഇല്ല, അങ്ങനെ മാറിയതല്ല. കേരളത്തിൽ പ്രധാനപ്പെട്ട സംഗതി പിണറായി എന്ന മുഖ്യമന്ത്രിക്ക് ഒരു ഓൾട്ടർനേറ്റായിട്ട് ഒരു വ്യക്തി രൂപപ്പെട്ടിട്ടില്ല, ഒരു നരേറ്റീവ് അത് CPM-ൻ്റെ മാത്രം പ്രശ്നമല്ലേ? അല്ല, ഞാൻ പറയുന്നത് ഓപ്പോസിഷൻ സൈഡിൽ ജനങ്ങൾ നോക്കുമ്പോൾ പിണറായി ഭരണം തീരെ മോശം, ആകെ കൂടെ പ്രശ്നമാണ്, നമുക്കത് വേറെ ആർക്ക് വോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ഏതാ? നിങ്ങൾ ഇതുപോലെ സ്റ്റേച്ചറുള്ള ഒരു ലീഡർ, ആരോപണങ്ങളൊക്കെ ഉണ്ടാവാം, അഴിമതി ആരോപണം ഉണ്ടാവാം, വേറെ എന്തെങ്കിലും ആരോപണങ്ങൾ സംഗതിയൊക്കെ ഉണ്ടാവാം, പക്ഷേ ഒരു അൺഡിസ്പ്യൂട്ടഡ് ലീഡർ ഓഫ് ദ ഓപ്പോസിഷൻ എന്ന് പറയുന്ന മാതിരി ഒരാൾ ഈ അതില്ല. ആളുകളെയൊക്കെ ചില ആളുകൾ കിഡ്നാപ്പ് ചെയ്ത് ബന്ദികളാക്കുമല്ലോ. ബന്ദികളാക്കി കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ ഈ ബന്ദികൾക്ക് ഈ തട്ടിക്കൊണ്ടുപോയ ആളോടൊരു വല്ലാത്തൊരു സ്നേഹമൊക്കെ തോന്നും. സ്റ്റോക്ക്ഹോം സിൻഡ്രോം. അതിപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് പിണറായിട്ട് ഉണ്ടായി എന്നാണോ TG പറയുന്നത്? അല്ലല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇത് സ്റ്റോക്ക്ഹോം സിൻഡ്രോം ഒന്നുമല്ല, ദർ ഈസ് നോ ഓൾട്ടർനേറ്റീവ് എന്നുള്ള ഒരു നിസ്സഹായാവസ്ഥ. അല്ല, അതുകൊണ്ട് പിണറായി തന്നെ ആവട്ടെ എന്ന് തീരുമാനിക്കുന്നു എന്ന തരത്തിലേക്ക് മാറുമോ? അതെ, അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി വേണ്ടേ, കാര്യത്തിനൊരു തീരുമാനം വേണ്ടേ. അപ്പുറത്ത് ആരും ഇല്ല, ആകെ കൂടെ ബഹളം, ആരും ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഇത്രയൊക്കെ ആയിട്ട് ഈ സെൻസ് എല്ലാവർക്കും ഉണ്ട്. ഈ ഒരു കരുത്തനായൊരു നേതാവ് നിൽക്കുമ്പോൾ ഇപ്പുറത്ത് അതുപോലെ നേതാവ് വേണം ജനാധിപത്യത്തിൽ. അപ്പോഴാണ് ദിസ് വേഴ്സസ് ദിസ് ഇങ്ങനെ ഒരു നമ്മളീ പറയുന്നതിലൊരു അപകടമുണ്ട്. അങ്ങനെ പറയുമ്പോഴത്തേക്ക് അടുത്ത പ്രാവശ്യവും പിണറായി തന്നെയാണെന്ന് നമ്മൾ ഉറപ്പിച്ച് പറയുന്നു എന്നുപോലെ വരും. അല്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ മൂന്നാം തവണയും പിണറായി വരാനാണ് സാധ്യത. ഞാൻ ഈ പറഞ്ഞ ഫാക്ടറും. കാരണം കോൺഗ്രസിൽ അത് മാറാൻ പോകുന്നില്ല. ഓൾ ഇന്ത്യ തലത്തിൽ സുനിൽ നോക്കും, മോദിക്കെതിരെ കരുത്തനായൊരു നേതാവിനെ ഇവർക്ക് ചൂണ്ടിക്കാണിക്കാനില്ല. രാഹുൽ ഗാന്ധിയെ അവർ എന്തൊക്കെ ചെയ്ത് പൊയ്ക്കാലിൽ പൊക്കിക്കെട്ടി നിർത്തിയിട്ടും മോദിയുടെ പകുതി പൊക്കം വരുന്നില്ല. അതൊരു സത്യമല്ലേ? അതിൻ്റെ അഡ്വാൻറ്റേജ് BJPക്ക് കിട്ടുന്നില്ലേ? എന്തുകൊണ്ടാണ് BJPയിൽ ഒരു പ്രധാനമന്ത്രിയെ മാറ്റണമെന്ന് പറഞ്ഞാൽ വലിയ കാര്യമുള്ള സംഗതിയൊന്നുമല്ല. അവർ പാർട്ടി പ്രസിഡൻറ്റിനെ പ്രധാനമന്ത്രിയൊക്കെ ചുമ്മാ കൈക്കിലിൽ അതെടുത്ത് മാറ്റിയ ചരിത്രമുള്ള പാർട്ടിയാണ് അവർ. അവർക്ക് 2 തവണയായി ചേട്ടനും മൂന്നാം തവണ വേറൊരാളാവട്ടെ എന്ന് പറഞ്ഞ് ടപ്പെന്ന് പറഞ്ഞ് മാറ്റാം. അവർക്ക് മാറ്റിയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പുറത്ത് ആളില്ല, ഇദ്ദേഹത്തിന് നല്ല സ്റ്റേച്ചർ ആവുകയും ചെയ്തു. എന്തിനു മാറ്റി വെറുതെ വേറെ നടത്തണം? പരീക്ഷണമാണല്ലോ ഇത്. പരീക്ഷണം എങ്ങനെ പാളിപ്പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമാകും. അതുകൊണ്ട് ദൈവം സ്റ്റക്ക് മോദി. ഇപ്പോൾ ഇവർ CPM-നെ പോലെ ഗതികെട്ടിട്ട് ഇവർ മോദിയെ പ്രൊജക്റ്റ് ചെയ്തതല്ല. മോദി തന്നെ മതി, കാരണം അപ്പുറത്ത് ആളില്ല. മോദി എസ്റ്റാബ്ലിഷ് ചെയ്തത് നേതാവാണ്. ഇനി പുതിയൊരാളിനെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട കാര്യം ഇപ്പോഴില്ല. മോദിക്ക് വലിയ ഹെൽത്ത് പ്രോബ്ലവും ഇല്ല. ഈ പറഞ്ഞ 75-76 ഒക്കെ നാളെ മോദിക്കും ആകുമായിരിക്കും. ബട്ട് ഹീ ഈസ് ഫിറ്റ് ലൈക്ക് എ ഫിഡിൽ. സോ വെൽ, ഇവിടെ അതുപോലെ ഒരു പിണറായി വിജയൻ്റെ അതേ സ്റ്റാച്ചറുള്ള നേരത്തെ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിക്ക് ശേഷം ദർ ഇസ് എ വാക്വം ഇൻ ഇവരുടെ ഗ്രൂപ്പ് വഴക്കല്ല ഞാനീ പറയുന്നത്. ഗ്രൂപ്പ് വഴക്കൊന്നും ഒരു പാർട്ടിക്ക് ദോഷം ചെയ്യില്ല. കരുണാകരനും ആൻ്റണിയും തമ്മിൽ ഗ്രൂപ്പ് വഴക്കുണ്ടായിരുന്നു. ആ സമയത്ത് പലതവണ ഇവർ അധികാരത്തിൽ വന്നു കോൺഗ്രസ്. ബട്ട് തിങ് ഈസ്, അന്ന് 2 നേതാക്കന്മാരുണ്ടായിരുന്നു. ഒന്ന് കരുണാകരൻ, ആൻ്റണി, 2 നേതാക്കന്മാരായിരുന്നു. ഇന്നിപ്പോൾ കെ സുധാകരനെയോ VD സതീശനെയോ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇനി പറയാൻ പോയി കഴിഞ്ഞാൽ 10-15 പേരുടെ പേര് പറഞ്ഞു. മുരളീധരനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, ബെന്നി ബെഹനാനുണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്, ഇങ്ങനെ പറയേണ്ടി വരും. മറ്റേ സാജു കൊടിയൻ ഒരു ഇതിൽ എന്താ മിമിക്രിയിൽ ഒരു സ്കിറ്റ് അവതരിപ്പിക്കുന്നു. ഒരാൾ ചോദിക്കുന്നു, മലയാള സിനിമയിലെ ഏറ്റവും നല്ല നടനാരാ ചേട്ടാ? ഇപ്പോൾ സാജു കൊടിയൻ പറയും, അതിപ്പോൾ മോഹൻലാൽ കൊള്ളാം, മമ്മൂട്ടി കൊള്ളാം, സുരേഷ് ഗോപി കൊള്ളാം, അങ്ങനെ പറയാൻ ചേട്ടാ. ഏറ്റവും നല്ല നടനാരാ? അതിപ്പോൾ മോഹൻലാൽ കൊള്ളാം, മമ്മൂട്ടി കൊള്ളാം, ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതാണ് അവസ്ഥ. ഏതായാലും നമ്മൾ പറഞ്ഞ് പിണറായിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഞാനത് തുറന്ന് പറഞ്ഞില്ലേ, ഇപ്പോഴും ഗിവൺ സിറ്റുവേഷനിൽ എപ്പോൾ വേണമെങ്കിലും രാഷ്ട്രീയം മാറാം. അല്ല, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നമ്മൾ അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിച്ച് ഇതിങ്ങനെ തന്നെ പോവും, കൂടുതൽ വഷളാവുകയുള്ളൂ എന്നൊന്നും വിചാരിക്കണ്ട. കോൺഗ്രസ് അങ്ങനെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. അതിനുള്ള ബാല്യമുണ്ടോ, ബാക്കിയുണ്ടോ? 7 സീറ്റുമായിട്ടാണ് 1967 കരുണാകരൻ ഇരുന്നത് നിയമസഭയിൽ. 7 സീറ്റ്. അത്രയും വലിയ ഗതികേട് കോൺഗ്രസ്സിന് അതിന് മുമ്പോ അതിന് ശേഷമോ വന്നിട്ടില്ല. ആ 7 സീറ്റിൻ്റെ നാണക്കേട് സഹിച്ച്
കരുണാകരനാണ് നിയമസഭ. എന്നിട്ട് അവിടെ നിന്ന് ഫൈറ്റ് ചെയ്ത് അന്ന് ഇവർക്ക് ഐമു എന്നാണ് ഇവരെ വിളിക്കുന്നത്, LDF ഇല്ല, ഐക്യമുന്നണി. അതിന് പകരം UDF ഉണ്ടാക്കി. R ബാലകൃഷ്ണപിള്ളയെ കൂട്ടുപിടിച്ച്, KM മാണിയെ കൂട്ടുപിടിച്ച്, അയാളെ പിടിച്ച് ഇയാളെ പിടിച്ച് ഞാഞ്ഞൂല് മുതൽ 8 അടി മുറുക്കൻ വരെ ചേർന്ന ആ UDFൻ്റെ കോട്ടയിൽ, അത് കോട്ടയം കൊണ്ട് എത്ര കാലം കരുണാകരൻ നടന്നു. സോ ഒന്നുമില്ലാത്ത സ്ഥലത്തു നിന്ന് ആയിത്തീരാൻ കോൺഗ്രസ്സുകാർക്ക് സാമർഥ്യമൊക്കെ ഉണ്ട്. പക്ഷേ അതൊരു കരുണാകരനായിരുന്നു. ഇപ്പോൾ കരുണാകരൻ്റെ പകുതി ആ കാലിബറുള്ള നേതാവ് വേണ്ടിയെന്ന്, ഒരു കാര്യത്തിൽ എവിടെ പിടിച്ചാൽ എവിടെ പോയി നിൽക്കും എന്നൊരു കാൽക്കുലേഷൻ വേണ്ടി. ലത്തീൻ കത്തോലിക്ക സഭയിൽ ആരോട് സംസാരിക്കണം? കരുണാകരന് ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈഴവരെ കയ്യിലെടുക്കണം, അതിനെന്താ ചെയ്യേണ്ടത്? ചുമ്മാ പോയിട്ട് വെള്ളാപ്പള്ളി നടേശനെ അങ്ങ് നമസ്കരിച്ച് കഴിഞ്ഞാൽ ഈഴവരുടെ വോട്ട് കിട്ടില്ല, അത് കരുണാകരന് അറിയാം. ആ ഈഴവൻ എന്ന് പറഞ്ഞാൽ ആരാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, നീക്കുന്നത്? ഇതൊക്കെ അതൊന്നും ആ ഒരു സാമർഥ്യമൊന്നും ഇപ്പോൾ ഉള്ളവർക്കില്ല. അതുകൊണ്ടാണ് UDF പരാജയത്തിൽ കലാശിക്കുന്നത്. പിന്നെയുള്ളത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കരുണാകരൻ്റെ സാമർഥ്യമായിട്ടൊന്നും തട്ടിച്ചാൽ ഒന്നുമില്ല. കുഞ്ഞാലിക്കുട്ടി, ഞാൻ ആലോചിക്കുന്നത് CPM-ൽ കൊല്ലത്തുള്ള ഗുരുദാസനെ പോലെയൊക്കെയുള്ള വലിയ നേതാക്കന്മാരുണ്ടായിരുന്നു, വലിയ അംഗീകാരമുള്ള നേതാക്കന്മാർ. അവരൊക്കെ മാറ്റി നിർത്തപ്പെട്ടത് ഈ പ്രായത്തിൻ്റെ ഒരു വാളെടുത്ത് വീശിയിട്ടാണ്. പക്ഷേ അത്തരം വലിയ പ്രതിഭകളെന്നൊക്കെ പറയാവുന്ന ജനഹൃദയങ്ങളിൽ സ്ഥാനമുള്ള നേതാക്കന്മാരെയൊക്കെ അരിഞ്ഞു വീഴ്ത്തിയ വാള് പിണറായി വരുമ്പോൾ ഉറയിലേക്ക് പോകുന്നു എന്ന ഒരു സങ്കടകരമാണ്. അത് നിസ്സഹായാവസ്ഥയാണത്, അല്ലാതെ മനസ്സുണ്ടായിട്ടൊന്നുമല്ല. ഒരു കാര്യം, ഈ പ്രായമായവരെ മാറ്റുകയും വേണം. ഈ കളവന്മാരെ ചുമന്ന് എത്ര കാലം നടക്കും? കളവനാട് മിടുക്കനൊക്കെയാണ്, പക്ഷേ പിന്നാലെ വരുന്നവർ കിഴവനാകുന്നതിന് മുമ്പ് ഈ കിഴവനൊന്ന് മാറിക്കൊടുക്കണ്ടേ? കാരണം ചില വയസ്സായവർ കണ്ടില്ല, 93, 94, 95 ആയി കഴിഞ്ഞാലും മാറില്ല. ചെറുപ്പക്കാരനെ പോലെ ഇങ്ങനെ ഇരിക്കും. അപ്പോഴത്തേക്ക് ചെറുപ്പക്കാരനെന്ന് പറയുന്ന ആൾ 78, 79 ആയി, അയാൾ വടികുത്തി, അയാൾക്കും ഒരു അധികാരമൊക്കെ കിട്ടണ്ടേ? അതുകൊണ്ട് എൻ്റെ ബേസിക് തിയറി ഉണ്ടല്ലോ, ഈ കളവന്മാർ ശല്യമാണ്, ഇവർക്ക് നേരത്തെ കാലത്ത് സ്ഥലം വിടണം എന്നുള്ള തിയറിയിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഏതായാലും പിണറായി വീണ്ടും LDF-നെ നയിക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.